യെസ്, ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കുന്നത്. ഗാന്ധി ജയന്തി പ്രമാണിച്ച് ഇന്ന് ഹോളിഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായി. തൂത്ത് തിരുമയൊക്കെ വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് മുടി കെട്ടട്ടെ. ആ ഷീൽഡ് അങ്ങോട്ട് മാറ്റി പ്രകൃതി ഭംഗി ആസ്വദിക്കുമ്പോൾ പല്ല് തേക്കണമല്ലോ, പല്ലിൻ്റെ രീതി നന്നായിട്ട് അങ്ങോട്ട് ഉരച്ചാക്കട്ടെ. ആഹാ, മുഖം കഴിയുന്ന കൂട്ടത്തിൽ കുറച്ച് ഫേസ് വാഷ് ആവാം. എന്നാലല്ലേ ഉള്ളു നല്ല വെളുത്ത് നല്ല തുടുത്ത് അങ്ങോട്ട് ഉരയ്ക്കങ്ങട്. ഇനി കഴുകി വൃത്തിയാക്കി തുടച്ചങ്ങോട്ട് എടുത്തു. രാവിലെ എനിക്ക് കാപ്പി കുടിച്ചില്ലെങ്കിൽ പിന്നെ ആ ദിവസം പോക്കാം. കാപ്പി മസ്റ്റാണ്. അഡിക്റ്റാണെന്നും പറയാം. ശീലം ഇപ്പം എന്തോ ചെയ്യാനാ, മാറ്റാൻ പറ്റില്ലെന്നേ. കാപ്പി അങ്ങോട്ട് എടുത്ത് ആ സോഫയിലോട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് പുറത്തെ ആ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കണം. അതൊരു സുഖം തന്നെ കേട്ടോ, ഡെഡ്ലി കോമ്പിനേഷൻ. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവാം. അപ്പോൾ ഞാനിന്ന് ബ്രെഡും മുട്ടയാണ് കഴിക്കുന്നത്. അപ്പം ബട്ടർ ഇട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് ടേസ്റ്റ് വരുമല്ലോ. രണ്ടെണ്ണം രാവിലെ കഴിക്കും. നന്നായിട്ടൊക്കെ ബോഡിയൊക്കെ ഒന്ന് സെറ്റാവണ്ടേ. ഉപ്പ്, കുരുമുളക്, അടിപൊളി. ഇന്ന് ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ച് ഒന്ന് ചുമ്മാ നൈസായിട്ടൊരു കൊളാബറേറ്റ് ചെയ്തൊരു പരിപാടി ചെയ്ത് കളല്ലേ. പിന്നെ ഗാർണിഷിങ്ങിന് വെജ് മയോ അത് മസ്റ്റാണ്. മതി പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പാത്രമെല്ലാം കഴുകി വെക്കാം. എനിക്കിഷ്ടമാട്ടോ പാത്രമൊക്കെ കഴുകി വെക്കുന്നത്. നീറ്റാക്കി വെക്കുന്ന ഒരു സുഖമല്ലേ. ഈശ്വര, അമ്മയൊന്നും കേൾക്കില്ല. അങ്ങനെയെല്ലാം ക്ലീനൊക്കെ ആക്കി സെറ്റാക്കി ഇനിയിപ്പോൾ കുറച്ച് റെഡിയായി. അങ്ങനെ ഞാൻ ജിമ്മി വന്നു. ഇനി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ലെഗാ ചെയ്യുന്നത്. കാണുമ്പോൾ എന്ത് ഈസിയാണല്ലേ, അങ്ങോട്ട് കയറുന്നത് ചെയ്യണം. പക്ഷെ ചെയ്യണം, എൻ്റെ ആവശ്യമാണ്. ചുമ്മാ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് ടേട്ടേട്ട എന്നുള്ള പരിപാടിയില്ല കേട്ടോ. ഇനി കുറച്ച് ആപ്സ് പരിപാടിയുണ്ട്. എല്ലാം ഞാൻ കാണിക്കത്തില്ല. അങ്ങനെ എല്ലാം കാണിച്ചാൽ ശരിയാവില്ലല്ലോ. ഒന്നും കണ്ടാൽ മതി. ഇതിങ്ങോട്ട് വെച്ചിട്ട് കാലങ്ങോട്ട് പൊക്കിയൊരു പരിപാടിയുണ്ട്. ക്ഷീണിച്ച് പാവം. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. കുറച്ച് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ച് മരിക്കും. എന്താ ചൂടല്ലേ, അതാണ് അവസ്ഥ. ഉച്ചയായി, ഫുഡ് കഴിക്കാം. ചപ്പാത്തിയും പിന്നെ ഇന്നലെ വെച്ച ബീഫ് കറി കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് തട്ടാം. ചപ്പാത്തി ഞാൻ പുറത്ത് മേടിക്കുന്ന കേട്ടോ, ഹാഫ് കുക്ക്ഡ്. ബീഫും കൂടെ കൂട്ടിയുള്ളൊരു പിടിയുണ്ട്. ഇങ്ങനെ അങ്ങോട്ടെടുക്കുക, അങ്ങോട്ടെടുക്കുക. മതി, ഇങ്ങോട്ട് എടുക്കുന്നേ, അത് മതി. കഴിക്കുക. ഞാനൊന്ന് പുറത്ത് പോവാം. ഹോളിഡേ അല്ലേ, പുറത്തൊക്കെ പോയി പ്രകൃതി വന്ന് ആസ്വദിച്ചിട്ട് വരാം. എവിടെ പോകും നമുക്ക് പിന്നെ കാണാം. എന്തായാലും പുറത്ത് പോകുമ്പം നന്നായിട്ട് ഒരുങ്ങണം. മുടി അതൊന്ന് സെറ്റാക്കണം, അതെനിക്ക് നിർബന്ധം. ഇനി കുറച്ച് സൺസ്ക്രീൻ ആവാം. ഞാനിതിവിടെ ഉപയോഗിക്കുന്നത് ക്വെഞ്ച് എന്ന് പറഞ്ഞ സൺസ്ക്രീനാണ്. ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ്. നല്ലൊരു ഫിനിഷിംഗ് ആണ്, അടിപൊളി, എനിക്കിഷ്ടം. ഇനിയിപ്പം കണ്ണെഴുതുക നീളത്തിൽ. ലിപ്സ്റ്റിക്ക് അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ, ലിപ്സ്റ്റിക്ക്. അപ്പം കണ്ടതിനോട് ടേററിയും. പക്ഷെ എന്ത് ചെയ്യും, അതെൻ്റെ വീക്ക്നെസ്സാണ്. മസ്റ്റ് സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പോകുന്നു. ബൈ ബൈ. അങ്ങനെ എത്തി. ഇതാണ് മട്ടാഞ്ചേരി ജൂ ടൗൺ.
എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട്. ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞിലെ. ഓരോ പ്രാവശ്യം വരുമ്പോഴൊരു പുതുമയാണ്. നല്ല ഭംഗിയല്ലേ. ഇവിടുത്തെ ഓരോ കടകളിലും അടിപൊളിയാണ്. ഇത് ഡ്രസ്സസ്, ഓർണമെൻറ്റ്സ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. എപ്പോഴും വരുമ്പോൾ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതുമ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് അതൊക്കെ വേണമെന്നേ. അതൊക്കെ ഇല്ലാതെ എന്താ ലൈഫ്. ഇതാ 1, 2. പിന്നെ ഞാൻ വന്നത് മട്ടാഞ്ചേരി അടുത്ത് തന്നെയുള്ള ഒരു ഈസ്റ്റ് ഇന്ത്യൻ കഫേയിലോട്ടാണ്. നല്ലൊരു ആംബിയൻസും നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ്. മൊത്തത്തിലൊരു നേച്ചർ വൈബുണ്ട്. എനിക്ക് പൊതുവേ നേച്ചർ വൈബുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് എന്തല്ലേ ഈ പുറകോട്ട് നോക്കുന്നത്? ക്യാമറ വരുന്നതിനോ നോക്കുക. നല്ല അടിപൊളിയൊരു റെസ്റ്റോറൻ്റാണ്. നോക്കാം, കൊള്ളാലത്. ഞാനിതാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ പോർക്ക്. അടിപൊളിയാണ്. പിന്നെ കുറച്ച് വെള്ളം. അങ്ങനെ ഇന്നത്തെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. നല്ലൊരു ഡേ ആയിരുന്നു. എൻജോയ് ഞാൻ ചെയ്തു. സോ ബൈ.